ബീറ്ററും കുക്കറും ഓവനും ഒന്നുമില്ലാതെ നല്ല ഒരു പൂ പോലത്തെ മാർബിൾ കേക്ക് ഉണ്ടാക്കിയെടുത്താലോ? ഇതിന് പ്രത്യേകിച്ച് മെഷർമെന്റ് കപ്പോ ഒന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല കേട്ടോ. 1 ടേബിൾ സ്പൂൺ മാത്രം യൂസ് ചെയ്തിട്ടാണ് ഇതിന്റെ എല്ലാ മെഷർമെന്റും ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു ജാറിനകത്തോട്ട് 2 മുട്ടയാണ് പൊട്ടിച്ചൊഴിച്ചത്. എന്നിട്ട് ഞാൻ 10 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ ഇട്ടത്. പഞ്ചസാര കുറച്ച് കുറവാണ് ചേർത്തത്, കാരണം മധുരം അധികം വേണ്ടാത്തതുകൊണ്ടാണ്. ഒരു 12 ടേബിൾ സ്പൂൺ ഒക്കെ ഇടുവാണെങ്കിൽ കുറച്ചുകൂടെ കറക്റ്റായിട്ടിരിക്കും കേട്ടോ. എന്നിട്ട് 6 സ്പൂൺ പാലാണ് കേട്ടോ അതിനകത്ത് ഒഴിച്ചു കൊടുത്തത്. എന്നിട്ട് അതിലേക്ക് ഞാൻ ഓയിലാണ് ഒഴിച്ചെടുക്കുന്നത്. റിഫൈൻഡ് ഓയിലാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അതൊരു 8 സ്പൂണെങ്കിലും വേണം കേട്ടോ. പിന്നെ അതിനകത്തോട്ട് വാനില എസൻസ് ആണ് ഒഴിക്കുന്നത്. അതിന്റെ കുപ്പിയിലെ മൂടി തന്നെയാണ് കേട്ടോ എടുത്തൊഴിച്ചത്. എന്നിട്ട് ആ ജാറും അടച്ചു വെച്ച് നമുക്ക് മിക്സിയിലിട്ട് ആട്ടിയെടുക്കാം കേട്ടോ. ഇത് ഒറ്റയടിക്ക് സ്പീഡിട്ട് അരയ്ക്കാതെ കുറച്ച് കുറച്ച് വീതം സ്പീഡ് കൂട്ടി കൂട്ടി എടുത്താണ് കേട്ടോ അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ചുകൂടെ ഫ്ലഫി ആയിട്ട് കിട്ടും കേട്ടോ. പിന്നെ അതിനകത്തോട്ട് ഞങ്ങൾ മൈദയാണ് ഇട്ട് കൊടുത്തത്. ഒരു 12 സ്പൂൺ മൈദ ഇട്ട് കേട്ടോ അതിനകത്തോട്ട്. എന്നിട്ട് പാകത്തിന് ഉപ്പും കൂടെ ഇട്ടാണ് ഇട്ട് കൊടുത്തത്. എന്നിട്ട് വിസ്കറിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. നല്ല സ്പീഡ് ചെയ്യാതെ പതുക്കെ ചെയ്യുന്നതായിരിക്കും കേട്ടോ നല്ലത്. പിന്നെ മൈദ ഒന്നും ഞങ്ങൾ അരിച്ചൊന്നും എടുത്തിട്ടില്ല കേട്ടോ, ഡയറക്റ്റായിട്ട് ചേർക്കുകയാണ് ചെയ്തത്. ദാ ഈ കൺസിസ്റ്റൻസി ആവുന്നവരെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇടയും മൈദ കൂടി വല്ലതും പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് പാലും കൂടെ ചേർത്ത് മിക്സ് ചെയ്താൽ മതി കേട്ടോ. ഇച്ചിരി പൊടിച്ച പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ടെങ്കിൽ മധുരം കുറച്ച് കറക്റ്റ് ആവും കേട്ടോ. എന്നിട്ട് കൊക്കോ പൗഡർ ചേർക്കാൻ വേണ്ടിയിട്ട് ആ മിക്സ് വേറൊരു പാത്രത്തിലോട്ട് ഞങ്ങൾ കുറച്ച് മാറ്റി വെക്കുന്നുണ്ടേ. എന്നിട്ട് ബാലൻസ് ഇരിക്കുന്ന മിക്സിനകത്ത് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ് കേട്ടോ ഞങ്ങൾ ഇട്ട് കൊടുത്തത്. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അതും പതുക്കെ തന്നെ കേട്ടോ മിക്സ് ചെയ്തെടുത്തത്. ഈ കൊക്കോ പൗഡർ ഞങ്ങൾ അങ്ങനെ അരിച്ചൊന്നും എടുത്തിട്ടില്ല കേട്ടോ, എല്ലാം ഡയറക്റ്റ് ആയിട്ട് തന്നെയാണ് കേട്ടോ ചെയ്തത്. എന്നിട്ട് അതിന് കൺസിസ്റ്റൻസി നേരത്തെ കിട്ടിയതുപോലെ ആക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പാലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പഞ്ചസാര ഞങ്ങൾ ഇടാത്തത് തന്നെയാണ്, കാരണം മധുരം ഞങ്ങൾക്ക് അധികം വേണ്ടാത്തതുകൊണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർക്കാം കേട്ടോ. എന്നിട്ട് അതും ആ നല്ല കൺസിസ്റ്റൻസി കിട്ടി കേട്ടോ. ഇതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി. ഇനിയാണ് കേട്ടോ ഇതിൻ്റെ മെയിൻ ഐറ്റം കാണിക്കുന്നത്. ഇഡലിക്കുട്ടത്തിൽ വെച്ചിട്ടാണ് ഞങ്ങളിത് ബേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. ഇഡലിക്കുട്ടത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് അതിന്റെ തട്ടിനകത്തോട്ട് റിഫൈൻഡ് ഓയിലും തടവി വെച്ചിട്ടുണ്ടായിരുന്നേ. പെട്ടെന്ന് ഇളകി വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. മിനിമം ഒരു 5 മിനിറ്റ് എങ്കിലും അത് തടവി വെക്കണം കേട്ടോ. പിന്നെ അതിനകത്തോട്ട് ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് ഒരു 15 തൊട്ട് 20 മിനിറ്റ് വരെ ഞങ്ങൾ വേവിച്ചു കേട്ടോ. എന്നിട്ട് അത് തുറന്നപ്പോഴത്തേനും അത് വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഇളക്കി എടുത്തപ്പോഴും നല്ല ഈസി ആയിട്ട് തന്നെ ഇളകി വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് അതിന്റെ ഫൈനൽ ലുക്ക്. ഞങ്ങൾ പല പല ഷേപ്പിലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്നും മറക്കണ്ട.